ഹലോ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഞാൻ 17 ദിവസത്തെ നമ്മുടെ നാട്ടിലെ യാത്ര, അതായത് എൻ്റെ വീട്ടിലെ യാത്രയൊക്കെ അവസാനിപ്പിച്ചു. ഇന്ന് 17 ദിവസമായി ഞാൻ ദുബായിൽ നിന്ന് നാട്ടിൽ വന്നിട്ട്. ഇന്ന് ഞാൻ പോവുകയാണ് തിരിച്ച് ദുബായിക്ക്. ഇന്ന് വൈകിട്ട് 6 മണിക്കാണ് ഫ്ലൈറ്റ്. ഞാനിന്ന് ഒരു 2 മണിയാകുമ്പോൾ ഉച്ചയ്ക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങും. അങ്ങനെ എന്താ പറയുക, നാട്ടിലെ ചെക്കന്മാരൊക്കെ പൊളിയായിരുന്നു. ഞാൻ കറങ്ങാൻ പോയതിൽ അടിപൊളി ചെക്കന്മാരൊക്കെ ആയിരുന്നു. ചുള്ളൻ ചെക്കന്മാരൊക്കെ അങ്ങനെ ബുള്ളറ്റ് യാത്രയൊക്കെ പൊളിച്ചു. അതൊക്കെ പോട്ടെ. അപ്പം ഞാൻ എൻ്റെ സ്വന്തം ദുബായിക്കാരോട് പറയുകയാണ്, ഈ ലൈവ് കാണുന്നുണ്ടെങ്കിലും എല്ലാം കാണുന്നുണ്ടെങ്കിൽ ഇനി എന്നെ വിളിക്കുക, കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ ബയോയിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. വൈകിട്ട്, അതായത് ഗാന്ധി ശനിയാഴ്ച ഒരു രാത്രി 9 മണി 10 മണി 10:30 ആകുമ്പോഴേക്കും എൻ്റെ കോള് നിങ്ങൾ വിളിച്ചാൽ കിട്ടും. ചാലുമായിരിക്കും കേട്ടോ. നാട്ടിലായതുകൊണ്ട് ഒരു ദുബായ് കോളൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, കോളുകൾ വരുന്നുണ്ടായിരുന്നില്ല. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക, ദുബായ്ക്കാർ ശ്രദ്ധിക്കുക. നാട്ടിലെ കഴിഞ്ഞു, ഇനി ദുബായ്ക്ക് ഇന്ന് തിരിച്ചെത്തും. നമ്പറിലേക്ക് വിളിക്കുക, കോൺടാക്റ്റ് ചെയ്യുക. നമ്പറിലേക്ക് ഇനി വിളിച്ചാൽ കോളുകൾ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ എനിക്കൊരു എമർജൻസി കാര്യം പറയാനുണ്ട്. ഞാൻ 17 ദിവസം നാട്ടിലായിരുന്നു. അപ്പം എൻ്റെ പല കസ്റ്റമേഴ്സും പല ലേഡീസിൻ്റെ അടുത്തും പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ പോയ ആൾക്കാർ എൻ്റെ അടുത്തേക്ക് വരണ്ട. കാരണം എനിക്ക് മറ്റുള്ള സ്ത്രീകളുടെ അടുത്ത് പോയിട്ട് എൻ്റെ അടുത്ത് വന്നിരിക്കണതും എന്നെ ഞോണ്ടണതും അല്ലെങ്കിൽ എന്നോട് കൊച്ചു വർത്തമാനം പറഞ്ഞതൊന്നും എനിക്കിഷ്ടമല്ല. അത് അങ്ങനത്തെ ഒരു മെയിൻ ഇതുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ന്യൂ ആൾക്കാർ വരട്ടെ, ന്യൂ കസ്റ്റമേഴ്സുകൾ വരട്ടെ. കാരണം ഞാൻ 17 ദിവസം നാട്ടിലായിരുന്നല്ലോ. അപ്പോൾ ഏതെങ്കിലും ആളുകൾക്ക്, ആണുങ്ങളാണല്ലോ. പിന്നെ അതുപോലെ നോമ്പാണ് 18-ാം തീയതി 19-ാം തീയതി നമുക്കിവിടെ മുസ്ലിങ്ങളുടെ നോമ്പ് പിടിക്കും. അതിന് മുന്നേ എല്ലാവരും എൻജോയ് ചെയ്യാൻ ചേച്ചിയുടെ അടുത്ത് വരിക. ഞാൻ പറഞ്ഞല്ലോ, പല സ്ത്രീകളുടെ അടുത്ത് പോയി, പല മസാജ് സെൻ്ററുകളിലും പല പെണ്ണുങ്ങളുടെ അടുത്തും പല അവിടെ ഇവിടെയൊക്കെ പോയ ആൾക്കാരൊന്നും എൻ്റെ അടുത്ത് വരണ്ട. എനിക്ക് താല്പര്യമില്ല, ഞാൻ സ്വീകരിക്കുകയില്ല. അപ്പോൾ അങ്ങനെ പോകാത്തവർ ഫ്രഷ് ഉണ്ടെങ്കിൽ ഇന്നും ആൾക്കാർ ബീച്ചേജിയുടെ അടുത്ത് മാത്രം വരുന്നവർ മാത്രം വന്നാൽ മതി. ഞാൻ അവരെ മാത്രമേ അറ്റൻഡ് ചെയ്യുള്ളൂ കേട്ടോ. കാരണം ഞാൻ നാട്ടിലായതുകൊണ്ട് ആണുങ്ങളല്ലേ വർഗം, അവരെന്തായാലും ഒരു ഇൻട്രസ്റ്റിനൊക്കെ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ ഒന്ന് സൂഹിക്കാൻ വേണ്ടി പല പെണ്ണുങ്ങളുടെ അടുത്ത് പോകും, നമ്മളോട് പറയൂല. അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ആൾക്കാരോട് താല്പര്യമില്ല. ഓക്കെ, എൻ്റെ അടുത്ത് വരുന്നതിന് മാത്രമേ ഞാൻ അറ്റൻഡ് ചെയ്യത്തുള്ളൂ. ഞാൻ അങ്ങനത്തെ ഒരാളായതുകൊണ്ടാണ്, മനസ്സിലായോ? ഓക്കെ. കാരണം മറ്റുള്ള പെണ്ണുങ്ങളൊക്കെ എങ്ങനെയാണ് എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല. അവന്മാരൊക്കെ എവിടെയൊക്കെ പോയതാണെന്നോ അല്ലെങ്കിൽ അവന്മാരെവിടെ പോയതാണെന്നോ നമുക്കറിയത്തില്ല. അതുകൊണ്ട് പറയാനുള്ള കാരണം, എൻ്റെ നാട്ടിൽ ഇത് കഴിഞ്ഞു, ലീവൊക്കെ കഴിഞ്ഞു, തിരിച്ചിനി ദുബായിക്ക് ഇന്ന് പോകട്ടാ. അപ്പോൾ എല്ലാവരും ഇന്ന് രാത്രി 10-11 മണിയൊക്കെ ആകുമ്പോൾ ദുബായിലെത്തും. എല്ലാവരും വിളിക്കുക. അപ്പോൾ നാട്ടിലെ ചേട്ടന്മാർക്കും പിള്ളേർക്കും ഞാൻ എൻ്റെ കൂടെ സവാരി ചെയ്തവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്, നിങ്ങൾ വന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ബൈ. അപ്പോൾ എല്ലാവരോടും ബൈ ബൈ. അപ്പോൾ പോട്ടെ. അപ്പോൾ ഇനി ദുബായിൽ കേട്ടോ, ഇന്ന് രാത്രി ദുബായിലെത്തും. ഇനി കളികൾ ദുബായിൽ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, എൻ്റെ അടുത്ത് മാത്രം വരുന്ന ആണുങ്ങൾ വന്നാൽ മതി. പലവരുടെ അടുത്ത് പോയിട്ട് വരുന്നവരെ ഞാൻ അറ്റൻഡ് ചെയ്യത്തില്ല. വിളിക്കുക, മെസ്സേജ് അയക്കുക. ഇപ്പോഴേ മെസ്സേജ് അയച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ദുബായിൽ 10 മണിക്ക് രാത്രി 10:30 എത്തും. അപ്പോൾ കോളുകൾ വിളിച്ചാൽ കോളുകൾ വാല്യൂഡ് ആയിരിക്കും, കിട്ടും, റിങ്ങൊക്കെ ചെയ്യും. അപ്പം നമുക്ക് ഇനി എൻജോയ് ചെയ്യും. ഇനി എൻജോയുടെ ദിവസങ്ങളാണ്. അപ്പോൾ എല്ലാവരും അപ്പോൾ ബൈ. മറ്റുള്ള പെണ്ണുങ്ങളുടെ അടുത്ത് പോയ ആണുങ്ങൾ ആരും വരരുത്. കാരണം പോയിട്ടുണ്ടാവും. ഞാൻ 17 ദിവസത്തെ ലീവായതുകൊണ്ട്, ഞാനില്ലാത്തതുകൊണ്ട് എവിടെയാണെങ്കിലും ആണുങ്ങൾ കയറാൻ പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ വരണ്ട, താല്പര്യമില്ല. വിജിയുടെ ആൾക്കാർ മാത്രം, വിജിയുടെ അടുത്ത് വരുന്നവർ മാത്രം വിജിയുടെ അടുത്ത് വന്നാൽ. ഓക്കെ, ബൈ.